വിമർശനങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഉത്തർപ്രദേശിന് ഒരു വലിയ വികസനത്തിലേക്ക് നയിച്ചത് യോഗി ആദിത്യനാഥിന്റെ വരവോടുകൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിപ്പോ നമ്മള് BJP-കാരി ആയതുകൊണ്ട് RSS ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയുള്ള രാഷ്ട്രീയത്തിലേക്കൊക്കെ കൊണ്ടുവിടും. നീ BJP-കാരിയല്ലേ RSS-കാരിയല്ലേ എന്ന്. പക്ഷെ യാഥാർത്ഥ്യം അത് തന്നെയാണ്. യോഗി എന്ന് പറയുന്ന ഒരു ഒറ്റയാൾ പോരാളി അദ്ദേഹം നയിച്ചത് കൊണ്ട് തന്നെയാണ് നേരത്തെ ഉള്ള UP-യെക്കാൾ ഇപ്പോൾ UP വലിയ രീതിയിലുള്ള മാറ്റത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് അറിയണമെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് അറിയണമെന്നും ഒക്കെ ആളുകൾക്ക് വല്ലാത്തൊരു ആകാംക്ഷയുണ്ട്. പ്രത്യേകിച്ച് യോഗിയെ നരേന്ദ്രമോദിയെ പോലെ അമിത്ഷായെ പോലെ അല്ല നമ്മൾ യോഗിയെ കാണുന്നത്. യോഗിയെ മറ്റൊരു തരത്തിലേക്ക് ഒരു സമാധാന പ്രിയനായി അമിത്ഷായെയും മോദിയും കാണുമ്പോൾ ക്ഷിപ്രകോപിയായിട്ടാണ് നമ്മൾ ഒരുപക്ഷെ യോഗിയെ കാണുന്നത്. പക്ഷെ ആ ക്ഷിപ്രകോപി എന്ന് പറയുന്നത് തൻ്റെ രാജ്യത്തിനും അല്ലെങ്കിൽ തൻ്റെ സംസ്ഥാനത്തിനും തൻ്റെ സംസ്ഥാനത്തുള്ള ജനങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഒരു നല്ലവനായ ഗുണ്ടയെ പോലെയാണ് നമ്മൾ യോഗിയെ കാണുന്നത് എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു യോഗിയെ കുറിച്ച് അറിയണമെന്ന ആളുകൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ടാകും. അപ്പൊ യോഗിയെ സംബന്ധിച്ചുള്ള ഒരു സിനിമ വരുന്നു എന്നാണ് പറയുന്നത്. വന്നിരിക്കുന്നു. എന്താണ് അതിൽ പറയുന്നത്? ആരാണ് അത് ചെയ്തിരിക്കുന്നത്? എന്താണ് അതിന്റെ മൊത്തത്തിലുള്ള ഒരു ഉള്ളടക്കം? ഒരു ക്ഷിപ്രകോപിയായിട്ടുള്ള, എനിക്ക് ആ പ്രയോഗം ഭയങ്കര ഇഷ്ടമായി. ദുർവാസാവിനെ പോലെ ക്ഷിപ്രകോപിയായിട്ടുള്ള ഒരു മഹർഷിയെ പോലെ ജീവിക്കുന്ന ഒരു സന്യാസി എന്ന് പറയുന്നത്, സൗമ്യത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും. അദ്ദേഹം ഒരു സൊസൈറ്റിക്ക് വേണ്ടി ക്ഷിപ്രകോപിയായിട്ട് മാറുന്ന ആയിരിക്കും. നിലപാടുകളുടെ പേരിൽ ആയിരിക്കാം ഒരു പക്ഷേ അങ്ങനെ പോകുന്നത്. അതിന്റെ രാഷ്ട്രീയം എന്തുമാകട്ടെ. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബയോപിക്കാണ്. യോഗി ആദിത്യനാഥിന്റെ ജീവിതത്തെ ആസ്പദമാക്കി രവീന്ദ്ര ഗൗതം സംവിധാനം ചെയ്ത ഒരു ബയോപിക്കാണ്. ആ ബയോപിക്കിന്റെ പേര് അജയ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് എ യോഗി എന്നാണ്. പറയപ്പെടാത്ത ഒരു ജീവിതമാണ്, അറിയപ്പെടാത്ത ഒരു ജീവിതമാണ്. അപ്പോൾ ഈ പറയാത്ത ജീവിതത്തിൽ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നത് വളരെ സുപ്രധാനമാണ്. ഈ ചിത്രത്തിന്റെ പ്രീമിയർ ഷോ വിദേശങ്ങളിൽ നടന്നു. ഈ പ്രീമിയർ ഷോയിൽ ധാരാളം ആളുകൾ വളരെ ഈ ചിത്രത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഓൺലൈൻ മീഡിയയിലും ചാനലുകളിലും മറ്റു ഇടങ്ങളിലൊക്കെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഞാൻ അതിന്റെ കുറച്ച് ഷോർട്ട് വീഡിയോസ് കണ്ടിരുന്നു. ആ വീഡിയോസ് കണ്ടപ്പം അതിനകത്ത് ഈ അജയ് സിംഗ് ബിഷ്ട് എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിന്റെ പൂർവാശ്രമത്തിലെ പേരാണ്. അപ്പൊ അജയ് സിംഗ് ബിഷ്ടിനെ, അതാണ് അജയ് ദ അൺടോൾഡ് സ്റ്റോറി എന്നുള്ള പേര് വരാൻ കാരണം. അപ്പൊ അത് അവതരിപ്പിച്ചത് നടൻ അനന്ത് ജോഷിയാണ്. നമുക്ക് യോഗി ആദിത്യനാഥിനെ കാണുന്നതിനേക്കാളും ആരാധന തോന്നും നടൻ അനന്ത് ജോഷിയുടെ മുഖഭാവം കാണുമ്പോൾ. വളരെ ശാന്തമായിട്ടുള്ള, എന്നാൽ വളരെ ഗാംഭീര്യം നിറഞ്ഞ, ആരെയും വശീകരിക്കുന്ന ഒരു മുഖ പ്രകൃതിയുള്ള ഒരാളായിട്ടാണ് അദ്ദേഹം അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോൾ തന്നെ അതിന്റെ ഒരു വിജയത്തിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് ഈ അനന്ത് ജോഷിയുടെ ഈ പ്രകടനം മാറിയിട്ടുണ്ട് എന്നാണ് നിരൂപകർ പറയുന്നത്. ആ സിനിമയിൽ തന്നെ യോഗി ആദിത്യനാഥിന്റെ ഗുരുവായിട്ടുള്ള മഹന്ത് അവൈദ്യനാഥിന്റെ അടുത്തേക്ക് വളരെ ചെറുപ്പത്തിൽ ഇദ്ദേഹം ഒരു സന്യാസിയായിട്ട് ഒരു മഠത്തിൽ പോയി ചേരുകയും അവിടുന്ന് അടുത്ത പരമ്പര, അദ്ദേഹം മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് യോഗി ആദിത്യനാഥ് എന്നുള്ള പേര് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അജയ് സിംഗ് ബിഷ്ട് മാറുകയായിരുന്നു. ആ വേഷം അവതരിപ്പിച്ചിരിക്കുന്നത് പരീഷ് റാവലാണ്. ഹിന്ദിയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ പ്രിയദർശന്റെ ഒക്കെ കോമഡി സിനിമകളിലൂടെ റാംജിറാവ് സ്പീക്കിംഗ് ഒക്കെ പോലുള്ള ഹിന്ദിയിൽ വന്നപ്പോൾ ഉള്ള ആ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പരീഷ് റാവലാണ് ഈ ഒരു സിനിമയിൽ ആ വേഷം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കും ആത്മീയത ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ കൗതുകം ഉണർത്തുന്ന സിനിമയാണ് ഇതെന്ന് നിരൂപകർ പറയുന്നു. അപ്പൊ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു അനുഭവം തരുമ്പോൾ, രാഷ്ട്രീയ രംഗത്ത് അതിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, രാഷ്ട്രത്തെക്കുറിച്ച് നോക്കുന്ന ആളുകൾക്ക് അത് നൽകുന്ന സന്ദേശം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇടത്ത് വിവാദങ്ങൾക്കിടയിലും തിളക്കമുള്ള വിജയം ആ ചിത്രം നേടുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. സിനിമ അങ്ങനെയാണല്ലോ. സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് അംഗീകാരം നൽകാൻ വിസമ്മതിച്ചു ആദ്യം. പിന്നീട് മുംബൈ ഹൈക്കോടതി ഇടപെട്ടാണ് ഈ സിനിമയ്ക്ക് പിന്നീട് അനുമതി ലഭിച്ചതും ഇത് റിലീസാവുന്നത്. ഈ ചിത്രത്തിന്റെ പ്രധാന സവിശേഷതകളായിട്ട് ഇത് കണ്ട ആളുകൾ പറയുന്നത് അത് നൽകുന്ന ദൃശ്യാനുഭവം വളരെ വലുതാണെന്നാണ് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയും സംഗീതവും ഒത്തുചേർന്നിട്ടുള്ള ഉത്തർപ്രദേശിന്റെ സംഗീതം, അതിന്റെ പശ്ചാത്തലം, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അത് വന്നത്. ഈ സിനിമ ആധാരമായത് ദ മോങ്ക് ഹു ബിക്കം ചീഫ് മിനിസ്റ്റർ, ആ ചീഫ് മിനിസ്റ്റർ ആയിത്തീർന്ന ഒരു മോങ്കിന്റെ ജീവിതകഥയെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ്, ഒരു നോവലാണ് ഇതിന് ആധാരം.
ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമ ഉണ്ടായത്. അപ്പം ഇതിന്റെ നിരൂപകർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇതിന്റെ ആദ്യത്തെ പകുതിയിൽ അതിഗംഭീരമായ പ്രകടനവും രണ്ടാമത്തത് ഒരല്പം ഡോക്യു ഫിക്ഷന്റെ സ്വഭാവവും ഇതിനകത്തുണ്ട്. ബയോപിക്കിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഡോക്യു ഫിക്ഷൻ തലത്തിലേക്ക് അത് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവും. ഇപ്പൊ അടുത്തായിട്ട് നമുക്ക് പിന്നെ ചേറ്റൂർ ശങ്കരൻ നായരുടെ സിനിമ, ആ ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ചുള്ള സിനിമ അക്ഷയ് കുമാറാണ് നായകനായിട്ട് അഭിനയിച്ചത്. ആ സിനിമ വലിയ വിജയം നേടിയിരുന്നു. ആ സിനിമ അതിന്റെ പേര് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് ആ സിനിമ കേസരി എന്നാണ് ആ സിനിമയുടെ പേര്. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമുക്ക് സിനിമ വന്നിട്ടുണ്ട്. റോക്കട്രി എന്ന നമ്പിനാരായണ സാറിനെ കുറിച്ചുള്ള സിനിമ മാധവൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഒരുപാട് ബയോപിക്കുകൾ വന്നിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും ഈ ബയോപിക്കുകൾ വരുന്ന രാഷ്ട്രീയ ആയുധമായിട്ട് പലപ്പോഴും പലരും വലിയ ലോക നേതാക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. രാഷ്ട്ര നേതാക്കൾ അവർക്ക് പറയാനുള്ള സന്ദേശം അറിയിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മാറ്റിവെച്ചാൽ പോലും, അതിനെ ചേർത്ത് വെച്ചാൽ പോലും സിനിമ എന്ന ജനകീയ കല, ഈ ജനകീയ കല സംവദിക്കുന്നത് പോലെ ലോകത്ത് ഒരു കലയും വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് സംവദിക്കുന്നില്ല. നേരെ ആളുകളുടെ ഹൃദയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലക്ഷോപലക്ഷം കോടാനുകൂടി സിനിമയ്ക്ക് വലിയ ധർമ്മമുണ്ട്. സിനിമയിലൂടെ വലിയ വിപ്ലവങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് സിനിമകളൊക്കെ പല രാജ്യങ്ങളിലും വിപ്ലവത്തിന് കാരണമായിട്ടുണ്ട്. അങ്ങനെയൊക്കെ സിനിമ നൽകുന്ന രാഷ്ട്രീയമുണ്ട്. അപ്പം ഒരു കലാകാരൻ അവൻ്റെ ഒരു കല മുന്നോട്ട് വെക്കുമ്പോൾ അത് ഒരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്, അതൊരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ സംവിധായകൻ ഇങ്ങനെ ഒരു സിനിമ ഒരുക്കിയതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല. ആ സിനിമ പ്രകടനത്തിൽ അതിന്റെ കളക്ഷനിൽ ആദ്യം കുറച്ച് മോശമായിരുന്നെങ്കിലും പിന്നീട് 1 കോടിയിലേക്ക് പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് കയറിയെന്നാണ് പറയുന്നത്. അതിന്റെ കളക്ഷൻ ഇൻഡസ്ട്രിയൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം. അപ്പൊ ഇത് ഒരു സാധാരണ ചരിത്ര സിനിമ എന്നതിലും ഉപരി ഇതൊരു പ്രചോദനാത്മകമായിട്ടുള്ള ഒരു സിനിമയാണ്. ഇതെങ്ങനെയാണ് പ്രചോദനാത്മകമായ സിനിമ ആവുന്നത് എന്ന് ചോദിച്ചാൽ യോഗി ആദിത്യനാഥിന്റെ ജീവിതം അടുത്തറിയാവുന്നവർക്ക് അത് മനസ്സിലാവും. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ബാല്യം മുതൽ സന്യാസത്തിലേക്ക് കടന്ന അദ്ദേഹം ഈ ആനന്ദ് സിംഗ് ബഷിത് എന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെയും അമ്മ സാവിത്രി ദേവിയുടെയും മകനായി വന്ന അദ്ദേഹം ഈ മഹന്ത് അവൈദ്യനാഥിന്റെ ശിഷ്യനായി, ഞാൻ നേരത്തെ പറഞ്ഞ പരേഷ് റാവൽ അവതരിപ്പിക്കുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ശിഷ്യനായി മാറുകയും അവിടെ വെച്ച് അജയ് മോഹൻ ബിഷിത്ത് എന്ന പേര് മാറ്റി അദ്ദേഹം യോഗി ആദിത്യനാഥായി മാറി. അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ ആദ്യപടി എങ്ങനെയാണ് കടന്നു വന്നതും അതിലേക്കുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കണം. ഒരു സന്യാസി ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് മാറുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവ കാഴ്ചയാണ്. അപ്പൊ അതെങ്ങനെ വന്നു എന്നുള്ളതാണ്. നമുക്ക് നരേന്ദ്രമോദി ഒരുപക്ഷെ ഗൃഹസ്ഥാശ്രമത്തിൽ ഉള്ളപ്പോഴാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായത്. അദ്ദേഹം ഇന്നൊരു സന്യാസിയെ പോലെ ജീവിക്കുന്നുണ്ട്. പലരും നമുക്ക് അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ വെറും 26-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അദ്ദേഹം 5 തവണ BJP MP ആയി. 5 തവണ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത വർഷങ്ങളിൽ. ഖോരഗ്പൂരിൽ നിന്നാണെന്നും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ജയിച്ചത്. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായ ഒരു വലിയ യാത്രയാണ്. 2017 മുതൽ 2 തവണ BJPയുടെ ഹിന്ദുത്വ മുഖം ആയിട്ട് അദ്ദേഹം വന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഹിന്ദുത്വ മുഖം മാത്രമല്ല, ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായും അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. അതിനുള്ള തെളിവായിട്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആന്റി റോമിയോ സ്ക്വാഡ് അദ്ദേഹം കൊണ്ടുവന്നു. കോളേജുകളും സ്കൂളുകളുടെയൊക്കെ സൈഡിൽ പോയിട്ട് ഒളിച്ചിരുന്ന പോലെ സ്ക്വാഡ് ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലുമൊക്കെ അധാർമികമായ പ്രവർത്തനങ്ങൾ, സ്ത്രീകളുടെ നേരെ അക്രമങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ ഓടിച്ചിട്ട് പിടിക്കും. അത് ചേസ് ചെയ്ത് പിടിച്ചിട്ട് അവരെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന, ഒതുക്കിക്കളയുക എന്ന് പറയുന്ന കാര്യമുണ്ടായിരുന്നു. ക്രിമിനൽ സംഘങ്ങളെ അദ്ദേഹം തോക്കെടുത്തു കൊടുത്ത സന്യാസി എന്ന് വേണമെങ്കിൽ പറയാം. അക്രമത്തിന് വേണ്ടിയിട്ട് അവരെ ഒതുക്കാൻ വേണ്ടി ബുൾഡോസർ രാജ്, കൃത്രിമമായ ആളുകൾ എൻക്രോച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള സർക്കാർ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളത് അൽഫോൻസ് കണ്ണന്താനം ഡൽഹി കമ്മീഷണറായിരിക്കും. അദ്ദേഹം ഒരുപാട് കെട്ടിടങ്ങൾ ഇങ്ങനെ മുതൽക്കൂട്ടിയിട്ടുണ്ട്, ഇടിച്ച് നിരത്തിയിട്ട്. വലിയ വാർത്തയായിരുന്നു. അതിനേക്കാൾ വലിയ രാഷ്ട്രീയ കോളക്കൾ ഉണ്ടാക്കിയ വാർത്തയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പദ്ധതികളും ഈ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും സ്പെഷ്യൽ പോലീസ് ടീമുകൾ ഇറക്കിയിട്ടുള്ള അദ്ദേഹം ഗുണ്ടായിസത്തെ അമർച്ച ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് വലിയ കയ്യടി UP യിൽ നേടിക്കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ സ്വാധീനമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ശേഷം ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായി അദ്ദേഹത്തെ കാണുന്ന, BJPയുടെ ഭാവി പ്രധാനമന്ത്രിയായി അദ്ദേഹത്തെ കാണുന്ന രാഷ്ട്രീയ നിരീക്ഷകരും പാർട്ടിയിലെ ആളുകളുമുണ്ട്. അതെങ്ങനെയായാലും അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്രവർത്തനമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് യോഗമുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് തടയാൻ പറ്റില്ല, ഒരു ഡെസ്റ്റിനി ഉണ്ടെങ്കിൽ. അദ്ദേഹത്തിന്റെ പക്ഷേ ഇന്നത്തെ മുഖം
സന്യാസ ജീവിതത്തിന്റെ ലാളിത്യവും ഭരണത്തിന്റെ കരുത്തും രാഷ്ട്രീയത്തിലെ കർശന നിലപാടും. ഈ വാർത്താക്കുറിപ്പിൽ എടുത്തു പറയുന്ന 2-3 കാര്യങ്ങളാണ്. സന്യാസ ജീവിതത്തിന്റെ ലാളിത്യം, ഭരണത്തിന്റെ കരുത്ത്, രാഷ്ട്രീയത്തിന്റെ കർശന നിലപാട്. ഇതാണ് ധന്യ തുടക്കത്തിൽ പറഞ്ഞ ആംഗ്രി ആയിട്ടുള്ള, കോപാവിഷ്ടനായിട്ടുള്ള ഒരു ദുർവാസാവിനെ പോലെയുള്ള ഒരാൾ എന്ന് പറയുന്നത്. ശപിക്കുകയല്ല, ഇവിടെ അത് നടപ്പാക്കുകയാണ് കടുത്ത നിലപാടുകൊണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് യോഗി ആദിത്യനാഥ് ഇന്ന് ഏറ്റവും സ്വാധീനമുള്ള മുഖ്യമന്ത്രിമാരിൽ ഒരാളായി ഉയർന്നു വന്നിട്ടുള്ള ആ കഥ, ഒരു ഗ്രാമത്തിൽ നിന്നും തൻ്റെ ജീവിതയാത്ര ആരംഭിച്ച് ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളുടെ നേതാവായി തീർന്ന ഒരു കഥയാണ് ഈ പറയുന്ന സിനിമ മുന്നോട്ട് വെക്കുന്നത്. ഈ അൺടോൾഡ് സ്റ്റോറി നമുക്കിവിടെ വന്നിട്ടില്ല, നമുക്ക് വരുമ്പോൾ അതെന്തായാലും തീർച്ചയായും കാണണം. ഒരു സിനിമ എന്ന നിലയ്ക്ക് അത് മനോഹരമായൊരു സിനിമയാണെന്നും അത് പ്രചോദനാത്മകമായൊരു സിനിമയാണെന്നും അതിൻ്റെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നമുക്കതിനെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു കലാകാരന്റെ കലയുടെ ധർമ്മം സ്ഥാപിക്കപ്പെടുന്നത്. ആ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേരുകയാണ്.